വെൽക്കം ടു അനൂസ് കിച്ചൺ. ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇനി ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തേങ്ങയുടെ കുറുകിയ പാലൊഴിച്ച് കുറുക്കിയെടുക്കുന്ന ഈ ചിക്കൻ കറി ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കുമൊക്കെ പറ്റിയൊരു കറി തന്നെയാണ്. ഇതിലേക്കായി കഴുകി വൃത്തിയാക്കിയ 600 ഗ്രാം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ചേരുവകളും ചിക്കനിൽ പറ്റിപ്പിടിക്കത്തക്ക രീതിയിൽ ആക്കിയ ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇനി ചിക്കനിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള 2 സവോള കട്ട് ചെയ്ത് ചെറുതായിട്ട് ചെറിയ പീസുകളാക്കി എടുക്കാം. ഇതുകൂടാതെ നമുക്ക് ഒരു പിടി ചെറിയ ഉള്ളിയും കൂടെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഒരു ചെറിയ ടൊമാറ്റോ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് മാറ്റിവെക്കാം. ഒരു മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റിവെക്കാം. 2 കഷ്ണം ചെറിയ ഇഞ്ചി ചെറിയ ചെറിയ പീസുകളാക്കി കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി നമുക്ക് എടുക്കാം. പിന്നെ വേണ്ടത് ഒരു പിടി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇങ്ങനെ നടുകയൊന്ന് കീറിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കാം. 5 പച്ചമുളക് നെടുകയെ കീറി മാറ്റിവെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൊച്ചുള്ളിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പച്ചമണം ഒന്ന് മാറി കിട്ടുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളകൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഉള്ളിയുടെയൊക്കെ കളർ ഒന്ന് മാറി ഏകദേശം ഒരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നമുക്കിത് സൈഡിലോട്ട് മാറ്റിയിട്ട് ഈ പാനിൽ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളകും 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കളറൊക്കെ ഒന്ന് ബ്രൈറ്റ് ആയിട്ട് വരട്ടെ. ഈ സമയം നമുക്ക് തീ കുറച്ച് വെക്കുകയോ ഓഫ് ചെയ്ത് വെക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ പൊടികൾ ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. തുടർന്ന് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയ ശേഷം പൊട്ടാറ്റോയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ സമയം ചിക്കനിലെയും ടൊമാറ്റോയിലെയും ഒക്കെ വെള്ളം ഊർന്നിറങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ തിളപ്പിച്ച കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു അരമുറി തേങ്ങ ചിരകി അതിൻ്റെ പാല് നന്നായിട്ട് എടുക്കാം. 1-ാം പാലാണ് വേണ്ടത്, നല്ല കുറുകിയ 1-ാം പാൽ. മൂടിയൊക്കെ തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ കുറുകിയ പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പറും പിന്നെ അതുപോലെ തന്നെ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് കുക്ക് ചെയ്യാം. ഈ സമയം കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇതിലേക്ക് താളിച്ചു കൊടുക്കാവുന്നതാണ്. തേങ്ങാപ്പാലൊക്കെ പിടിച്ച് നമ്മുടെ കറി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാവും. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് തേങ്ങാപ്പാലിൽ വറ്റി വെന്ത നമ്മുടെ ചിക്കൻ വളരെ ടേസ്റ്റിയാണ്. മസ്റ്റ് ട്രൈ.